Good morning. Good morning. Good morning, ma'am. 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 Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. എല്ലാവരും കാണുന്നുണ്ടോ? നമുക്ക് കാണുന്നുണ്ടോ? Yes, ma'am. Yes, ma'am. അപ്പൊ പേര് പോലെ തന്നെ എന്താണ്, ഫ്രണ്ട് ഓഫീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മെയിൻ ആയിട്ട് റിസപ്ഷൻ ഏരിയ വരുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ടും. ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. പെരുമാറ്റം, അതുപോലെ തന്നെ അതായത് രോഗികളുമായിട്ട് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വായിക്കാം. സ്റ്റാർട്ട് ചെയ്യാലോ. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു കോട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ നിങ്ങള്, കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. ഓക്കെ, കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. അതായത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്, പക്ഷെ ഒരിക്കലും ഈ രാജാക്കന്മാരെ ശ്രദ്ധിക്കപ്പെടാറില്ല. അതായത് അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത രാജാക്കന്മാരാണ് ആര്? കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ തൊട്ടടുത്തുള്ള പാരാഗ്രാഫ് വായിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നോക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. A medical receptionist is an inevitable part of a well-functioning healthcare team. Doctors, nurses, and other medical and administrative staff members depend upon the medical receptionist to create a friendly, welcoming, and well-organized front office for patients and to facilitate the well-functioning of the hospital. Okay. ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു അവിഭാജ്യ ഘടകമാണ് അല്ലെ. അതായത് ഒരു ഹെൽത്ത് കെയർ ടീമിനെ സംബന്ധിച്ചിട്ടായാലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചായാലും ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഇൻവെറ്റബിൾ പാർട്ടാണ്, അവിഭാജ്യ ഘടകമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതെന്നാണ് അർത്ഥം വരുന്നത്. ഏതൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കണ്ടാലും അവിടെ ഒരു റിസപ്ഷനിസ്റ്റ് നിൽക്കുന്നുണ്ടാവും അല്ലെ. ഏതൊരു ഹോസ്പിറ്റൽ, ചെറിയ ഹോസ്പിറ്റൽ ആയാലും വലിയ ഹോസ്പിറ്റൽ ആയാലും അവിടെ കൈകാര്യം ചെയ്യാൻ എന്റെ ഫ്രണ്ട് ഏരിയയിൽ തന്നെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ഉണ്ടാവും. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവരൊരു ഇൻവിറ്റബിൾ പാർട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഡോക്ടർമാര്, അതുപോലെ തന്നെ നഴ്സുമാര്, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അംഗങ്ങള് എന്നിവർ രോഗികൾക്കായിട്ട്, പേഷ്യൻസിനായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള, വെൽക്കമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ആശുപത്രിയുടെ നല്ല പ്രവർത്തനം സുഗമമാക്കുന്നതിനും ഇത് കാര്യക്ഷമമായിട്ട് ഒരു ഹോസ്പിറ്റൽ ഫ്ലോ ചെയ്ത് പോകുന്നതിനും മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ പറഞ്ഞത്, അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഇപ്പൊ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും ഈ ആശുപത്രിയിലെ മറ്റ് സ്റ്റാഫുകളായാലും രോഗികൾ വരുമ്പോൾ അവരുമായിട്ട് ഈ സ്റ്റാഫുകൾക്കൊക്കെ, അതായത് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മൊത്തം സ്റ്റാഫുകൾക്ക് ആ പേഷ്യന്റിനോട് ഫ്രണ്ട്ലി ആയിട്ടും വെൽക്കമിങ് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും ഒക്കെ ബിഹേവ് ചെയ്യണമെങ്കിൽ, അതായത് നല്ല രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കണമെങ്കിൽ ആരെ ആശ്രയിക്കേണ്ടി വരുന്നു? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെയാണ് ആശ്രയിക്കുന്നത് അല്ലെ. കാരണം എന്താ? ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ആദ്യം വരുന്നത് ഏത് ഏരിയയിലോട്ടാണ്? റിസപ്ഷൻ ഏരിയയിലോട്ടാണ് അല്ലെ. റിസപ്ഷനിലാണ് അവര് കാര്യങ്ങൾ വന്ന് തിരക്കുന്നത്. ഡോക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ അവൈലബിൾ ആണോ, എത്ര സമയം വേണ്ടി വരുന്ന ഡോക്ടറെ കാണാനായിട്ട്, ഈ ഒരു രോഗിയുടെ ഫയൽ എടുക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഇപ്പൊ ഡോക്ടർമാരായാലും അതുപോലെ നഴ്സുമാരായാലും രോഗിയുടെ എന്തെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ, എന്തെങ്കിലും എന്താ പറയാ എൻക്വയറീസ് ഒക്കെ നടത്തുവാണെങ്കിൽ അത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനോടാണ് ചോദിക്കുക. ഇന്ന രോഗിയുടെ ഫയൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇന്ന രോഗിയുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞാലൊക്കെ ആരാ ചെയ്യുക?
മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് അതൊക്കെ ചെയ്യുക. അപ്പോ എന്ത് തന്നെ ആയാലും ഡോക്ടറിനായാലും നഴ്സിനായാലും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കായാലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഡോക്ടർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജോലിയുണ്ട്, നഴ്സുമാർക്ക് അവരുടേതായിട്ടുള്ള ജോലിയുണ്ട്, അതുപോലെ മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനാണെങ്കിൽ അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. പക്ഷെ ഓൾ ഓവർ ആ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതും അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതും ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആയോ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ കുറിച്ച്? ഓക്കെ ഓക്കെ, അപ്പോ ഞാനിപ്പോ പറഞ്ഞത് എന്താണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഒരു ഇൻവെറ്റബിൾ പാർട്ടാണ്. ഡോക്ടർമാര്, നഴ്സുമാര്, മറ്റ് സ്റ്റാഫ് അംഗങ്ങളൊക്കെ രോഗികളെ കൈകാര്യം ചെയ്യുന്നതിൽ, അവരെ വെൽക്കം ചെയ്യുന്നതിലും, അവരോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നതിലും, അവരെ ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യമാണ് ആ ഒരു പാരാഗ്രാഫിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. The need for professionally trained hospital front office executive. അതായത് ഈ ഫ്രണ്ട് ഓഫീസിന്റെ ഒരു പ്രിൻസിപ്പൽ ഫംഗ്ഷനിൽ വരുന്ന കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് ആദ്യം ഒരു സബ് ഹെഡിങ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ആവശ്യം എന്താണ്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഒരു ഹോസ്പിറ്റലിന് ആവശ്യമാണ്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. Different from other service industry, the hospital is where people come to visit when either or their close ones are unwell. This makes the people come to the hospitals impatient, anxious and curious. Here comes the importance or necessity of handling such patients or their family members with more professionalism, sympathy, empathy and courtesy, following all hospital operational protocols. Okay, ഇത് പറയുന്നത് മറ്റ് സർവീസ് ഇൻഡസ്ട്രികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ധാരാളം ആളുകള് വരുന്നതാണ് അല്ലെ. അതായത് ധാരാളം ആളുകള് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും അല്ലാതെയും വരുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോ ആളുകൾ വരുന്നത് ഒന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ അവരുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിന് വേണ്ടിയിട്ടാകാം അല്ലെ. ഇങ്ങനെ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് അത്ര എന്താ പറയാ നല്ല, അതായത് ഹാപ്പി ആയിട്ടായിരിക്കില്ല വരുന്നത്, അവരൊരു സാഡ് ആയിട്ടായിരിക്കും വരുന്നത്. കാരണം എന്താ, സുഖമില്ലാതെയാണല്ലോ. ഇപ്പോ ഒരാള് വന്നാലും അയാളുടെ പേഷ്യന്റ് വന്നാലും, അതായത് അയാളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും രണ്ടു കൂട്ടർക്കും എന്താണ്, അതായത് സുഖമില്ലാതെയാണ് ചികിത്സിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പൊ ഇവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നല്ല രീതിയിലായിരിക്കണം എന്നില്ല, മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. അവര് വിഷമിച്ചിട്ടായിരിക്കും ചിലപ്പോ ഈ റിസപ്ഷനിലേക്ക് തന്നെ എന്താണ് കടന്ന് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന പേഷ്യന്റ് എന്ന് പറയുന്നത് അവര് ഇംപേഷ്യന്റ് ആയിരിക്കും, അതായത് അവർക്ക് ക്ഷമ ഉണ്ടാവില്ല. ഓക്കെ, അതായത് നമ്മള് പാടില്ലാതൊക്കെ, അതായത് നമുക്ക് അസുഖം വന്നാലൊക്കെ എന്താണ്, നമുക്ക് ഫിസിക്കലി നമ്മൾ വീക്ക് ആവും, അതുപോലെ മെന്റലി വീക്ക് ആവും, നമുക്ക് ഭയങ്കര എല്ലാത്തിലും പേടി ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ വരുന്ന പേഷ്യന്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് ആയിട്ടായിരിക്കും, അതായത് ക്ഷമ ഉണ്ടാവില്ല, ഭയങ്കര തിടുക്കമായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ആങ്സിയസ് ആയിരിക്കുള്ളൂ, അത് ആകാംക്ഷ ഉണ്ടാകും, അതായത് എനിക്കെന്ത് രോഗമാണ്, എനിക്കെന്ത് പറ്റി, ഞാനിപ്പോ മരിക്കോ, അങ്ങനെയുള്ള ചിന്തകളിലൂടെയൊക്കെ ആയിരിക്കും ആ പേഷ്യന്റ് അവിടെ വരിക. അതുപോലെ തന്നെ ക്യൂരിയസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ വരുന്ന പേഷ്യൻസിനോട് ഈ ഒരു സമയത്ത് നമ്മള് എങ്ങനെയാണോ അവരെ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത്, അതായത് ഇങ്ങനെ പേടിയോടെ വരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് വരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ ആകാംക്ഷയോടെ എക്സൈറ്റ്മെന്റോട് കൂടി വരുന്ന പേഷ്യൻസ്, ഇവരെ കൈകാര്യം ചെയ്യുന്നതില് ഒരു പ്രത്യേക കഴിവ് വേണം. ഓക്കെ, അത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് അതിനുള്ള കഴിവുണ്ട്.
അവിടെയാണ് നമ്മൾ ഈ പറയുന്നത് നീഡ് ഫോർ പ്രൊഫഷണലി ട്രെയിൻഡ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ എന്താ പറയാ കഴിവ് അവിടെ വരുന്നത്. ഇങ്ങനെയുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, ആ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ വരുന്ന പേഷ്യൻസിനോട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് അവരെ ഒന്ന് കൂളാക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോ അവര് ചിലപ്പോ ഭയങ്കര ദേഷ്യപ്പെട്ടായിരിക്കും വരിക, അതായത് ഭയങ്കരമായിട്ട് അവർക്ക് ദേഷ്യം ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മളോടാണ് ആ ദേഷ്യം കാണിക്കുക, ഡോക്ടറിനോടും നഴ്സിനോടും അങ്ങനെ ഒരു ദേഷ്യം കാണിക്കില്ല. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആരാണോ അവരോടായിരിക്കും അവരുടെ ദേഷ്യം അവര് കാണിക്കുക. അവര് ദേഷ്യപ്പെടുകയാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് ദേഷ്യപ്പെടുകയാണ്, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ദേഷ്യപ്പെടുവാണെങ്കിൽ നമ്മൾ അതേ രീതിയിൽ തിരിച്ച് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ ഉണ്ടാവുക? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. നിങ്ങളോടാണ് ഒരാൾ ഭയങ്കരമായിട്ട് വന്ന് ദേഷ്യപ്പെടുകയാണ്, ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് റിലേറ്റീവ് നിങ്ങളോട് വന്ന് ദേഷ്യപ്പെടുകയാണ്. നിങ്ങളിപ്പോ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ അതേ രീതിയിൽ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുക, എന്താ നിങ്ങൾ ചെയ്യാം? നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ഇല്ലെങ്കിൽ കൂടെയും എന്താ ചെയ്യാം? നിങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടുവോ? അതേ രീതിയിൽ ഒരിക്കലും ദേഷ്യപ്പെടില്ല, അല്ലെ? ദേഷ്യപ്പെടാനായിട്ട് പാടില്ല. അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ, ദേഷ്യപ്പെടാനായിട്ട്. കാരണം അവര് കസ്റ്റമർ ആണ്, അവിടുത്തെ അവരെന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ആണ്. ആ കസ്റ്റമറിനെ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഡീല് ചെയ്യണം. എങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, പേഷ്യൻസ് ആയാലും അവരുടെ ഫാമിലി ആണെങ്കിലും അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് പ്രൊഫഷണലിസത്തോടു കൂടിയാണ്, സിംപതിയോട് കൂടിയാണ്, എംപതിയോട് കൂടിയാണ്, കോർട്ടസിയോട് കൂടിയാണ്, അല്ലെ? അതായത് സിംപതി എന്താണ്? സഹതാപത്തോടു കൂടി. എംപതി എന്ന് പറഞ്ഞാൽ വിനയം, കോർട്ടസി എന്ന് പറഞ്ഞാൽ മര്യാദ. ഈ കാര്യങ്ങളോട് കൂടിയിട്ടൊക്കെ വേണം എന്ത് ചെയ്യാൻ? ആ ഒരു പേഷ്യന്റിനെ നമ്മള് ഡീൽ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. ഇതാണ് അവിടെ പറയുന്നത്. ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ച് പേഷ്യൻസ് എങ്ങനെയുള്ള മാനസികാവസ്ഥയുമായിട്ടാണോ വരുന്നത് അതനുസരിച്ച് എന്തൊക്കെ ഗുണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അവരെ ഡീൽ ചെയ്യേണ്ടത്? പ്രൊഫഷണലിസം, സിംപതി, എംപതി ആൻഡ് കോർട്ടസി. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് എന്ത് വേണം? അവരെ ഡീൽ ചെയ്യാനായിട്ട് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ എത്ര നമ്മളോട് വന്നിപ്പോ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനോട് വന്ന് പേഷ്യന്റ് എത്ര തന്നെ ദേഷ്യപ്പെട്ടാലും നമ്മൾ അതേ രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? തിരിച്ച് മറുപടി കൊടുക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ആദ്യം ഒരു കൂളാക്കുക, അതായത് അവർക്ക് പറയാനുള്ളത് ആദ്യം കേൾക്കുക. ഹിയറിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഹിയറിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ച്. ഒരാൾക്ക് നമുക്ക് പറയാനുള്ളത് ചിലപ്പോ അയാൾക്ക് ഭയങ്കര വെപ്രാളായിരിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ. കാരണം എന്താ? ചിലപ്പോ അയാളുടെ റിലേറ്റീവ് എന്തെങ്കിലും അപകടം കൊണ്ട് അവിടെ സീരിയസ് ആയിട്ട് കിടക്കുന്നുണ്ടാവാം, കാര്യങ്ങളുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഡോക്ടർ വരാനുള്ള വൈകല്യവും ഉണ്ടാവാം. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാവാം ചിലപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ആദ്യം അയാൾക്ക് പറയാനുള്ളത് കേൾക്കുക, പറഞ്ഞു തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതാണ് ആദ്യം വേണ്ടത് കേട്ടോ. എന്ത് തന്നെ ആയാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്താണോ പറയാനുള്ളത് അത് കൃത്യമായിട്ടും കേട്ടിരിക്കുക. ഓക്കെ, അതാണ് ആദ്യത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്, കൃത്യമായിട്ട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. ഓക്കെ, ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അതായത് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വേറെ വല്ലയിടത്തൊക്കെ ശ്രദ്ധിച്ചാല് പെട്ടെന്ന് അയാൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അയാളുടെ തന്നെ കോൺഫിഡൻസ് ആണ് അവിടെ ഇല്ലാതാവുന്നത്. ഓ, ഇവരൊന്നും കേൾക്കുന്നില്ലല്ലോ, ഇതെന്താണ് എന്നുള്ളൊരു എന്താ പറയാ വിചാരിക്കുന്നത്. നമ്മൾ കേൾക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ എന്താണ് അയാൾ പറയുന്നതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ കാര്യമില്ലല്ലോ. അപ്പൊ ഒന്ന് ഹിയറിങ്, രണ്ട് ഐ കോണ്ടാക്ട്. ഓക്കെ, ആളെ തന്നെ നോക്കി കൃത്യമായിട്ട് നമുക്ക് കേൾക്കാനുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റേജിലാണ് എന്ത് വേണ്ടത്? റെസ്പോൺസ്, അതായത് മറുപടി നമ്മൾ കൊടുക്കേണ്ടത്. അയാളെ പറഞ്ഞ് തീരുന്നത് വരെ അത് കേട്ടിട്ട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? അതിനു വേണ്ടിയുള്ള മറുപടി കൊടുക്കുക. ഓക്കെ, അപ്പൊ പറഞ്ഞു തീരുന്നത് വരെ ചിലപ്പോൾ അയാൾക്ക് ദേഷ്യം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഇതൊക്കെ കേട്ടൊന്ന് സമാധാനിപ്പിക്കുമ്പോൾ അവരെന്താകും? കൂളാകും കേട്ടോ, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് പാരാഗ്രാഫ്.
The front office is a department of the hospital which directly makes contact with the patients where they first arrive. The staff of this department are directly family members. It functions as a central point of contact across the organization. The department maintains information and records of all the patients of hospital. It also plays an important role in forming overall impressions of the service provided by the organization. അതായത് ആദ്യം എത്തുന്ന രോഗികളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന കോണ്ടാക്ട് വെക്കുന്ന ആശുപത്രിയുടെ ഒരു വിഭാഗമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം രോഗികൾ എത്തുവാണെങ്കിൽ അവർ ആദ്യം വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്. ഓക്കെ, ഇനി ഈ ഫ്രണ്ട് ഓഫീസിലെ ജീവനക്കാർ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് പേഷ്യന്റിനോട് ബിഹേവ് ചെയ്യുന്നത്. അവരുടെ കുടുംബത്തിലെ സ്വന്തം ആളുകളെ പോലെയാണ് ആര് കാണുന്നത്? ഈ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകള് ഈ ഒരു വരുന്ന പേഷ്യൻസിനെ ആയാലും അവരുടെ ഫാമിലീസിനെ ആയാലും എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആ ഹോസ്പിറ്റലിന്റെ ഉടനീളമുള്ള ഒരു എന്താ പറയാ ഒരു കേന്ദ്ര പോയിന്റ്, ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെയുള്ള ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അവിടെയുള്ള ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ആദ്യം എത്തുന്ന രോഗികളുമായിട്ട് ഒരു ക്ലോസ് കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് ഈ ഒരു ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരാണ്. അതുകൂടാതെ കുടുംബാംഗങ്ങളെ പോലെയാണ് അവര് പേഷ്യൻസിനോടും പേഷ്യൻസിന്റെ ഫാമിലിയോടും പെരുമാറുന്നത്. ഓർഗനൈസേഷനിലെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആശുപത്രി, ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും രേഖകളും, അതായത് എല്ലാ ഡോക്യുമെന്റ്സ്, പേഷ്യന്റ് ഡീറ്റെയിൽസ്, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും മരുന്ന് മേടിക്കാൻ പോയി കഴിഞ്ഞാല്, ഒരു ഡോക്ടറെ കാണാനായിട്ട് പോയി കഴിഞ്ഞാല് നമ്മുടെ വിവരങ്ങൾ ആർക്കാണ് പറഞ്ഞു കൊടുക്കുക? റിസപ്ഷൻ ഏരിയയിലാണ്, അല്ലെ? ഫ്രണ്ട് ഓഫീസിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവരാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ റെക്കോർഡും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഓർഗനൈസേഷൻ നൽകുന്ന സേവനങ്ങളുടെ മൊത്തത്തിലുള്ള മതിപ്പ് രൂപപ്പെടുത്തുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതായത് ഒരു ഹോസ്പിറ്റലിൽ, ഇതിനകത്തൂടെ പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതില് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ഹോസ്പിറ്റലിന്റെ അന്നേ വരെയുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണ് നടക്കുന്നതെങ്കിൽ അതില് ഫ്രണ്ട് ഓഫീസും അതിലെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകളാണ്. ഓക്കെ, ഒരു രോഗി ഇപ്പൊ എന്തെങ്കിലും രോഗവുമായിട്ട് വന്നിട്ട് ഫ്രണ്ട് ഓഫീസിലെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് നല്ല രീതിയിലല്ല എങ്കിൽ ആ പേഷ്യന്റ് എവിടെ നിൽക്കുമോ? പിന്നെ എത്ര നല്ല ഡോക്ടർമാരുണ്ട്, എത്ര നല്ല നഴ്സുമാരുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് മോശമാണെങ്കിൽ രോഗികൾ അവിടെ പിന്നെ വരുമോ? ഒന്ന് കമന്റ് ചെയ്തേ. രോഗികൾ അവിടെ പിന്നെ വരുമോ? ഇല്ല, വരില്ല, അല്ലെ? അപ്പോ അത് തന്നെയാണ് പറയുന്നത് ഇൻവെറ്റബിൾ പാർട്ടാണ്. അവരെങ്ങനെയാണോ അവരോട് എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത് അതുപോലെയാണ് പേഷ്യൻസിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പെരുമാറിയാല് കുറെ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലേക്ക് വരും. ഇനി മോശം രീതിയിലാണ് നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ഒരു പേഷ്യൻസും അവിടെ വരികയില്ല. ഓക്കെ, ഡോക്ടർമാര് നഴ്സുമാരൊക്കെ വരുന്നത് അത് ബാക്ക് ഓഫീസിലാണ്. കാരണം ഇവരെ കണ്ടു കഴിഞ്ഞിട്ടാണ് അവരെ നമ്മൾ തേടി പോകുന്നത്, അല്ലെ? ഇവരുടെ ഒരു പെരുമാറ്റം, അവരുടെ രീതി അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ പിന്നീടും എന്ത് ചെയ്യുക? ആ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരിക. ഓക്കെ, the next paragraph, the front desk position is often the first person that the patients or their well-wishers interact while contacting with the hospital. So they are essentially the face and voice of the hospital, and for this reason they play an important role in the representing the organization. അതുപോലെ തന്നെ
ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിൽ ആദ്യത്തെ വ്യക്തിയാണ് ഒരു ഫ്രണ്ട് ഓഫീസ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുന്നത് അവിടെയുള്ള ഫ്രണ്ട് ഓഫീസ് പേഴ്സണോടായിരിക്കും. ആദ്യം അയാളോടാണ് ഒരു പേഷ്യന്റ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ ഫേസ് ആൻഡ് വോയിസ് എന്ന് ഈ ഒരു ഫ്രണ്ട് ഓഫീസ് പേഴ്സണെ അല്ലെങ്കിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ നമുക്ക് വിളിക്കാവുന്നതാണ്. ആശുപത്രിയുടെ മുഖവും ശബ്ദവും, ഫേസ് ആൻഡ് വോയിസ് എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ഫ്രണ്ട് ഡെസ്ക് പേഴ്സണെയാണ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തെ റെപ്രസെന്റ് ചെയ്യുന്നതിലും ഇവർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഓക്കെ, ഒരു ആശുപത്രിയുടെ റെപ്രസെന്റേറ്റീവ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? ഇവർക്ക് അങ്ങനെ ഒരു റോളും കൂടി ഉണ്ട്. അവിടുത്തെ ഡ്യൂട്ടീസും കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ വരുമ്പോൾ അവരെ റെപ്രസെന്റ് ചെയ്യുന്നത്, ആ ഹോസ്പിറ്റലിന്റെ പ്രതിനിധി എന്ന നിലയിൽ അവരെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇവിടം വരെ എടുത്തതൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. എന്നാൽ മാത്രം ഇത് കുറെ പോയിന്റ് ആയിട്ടല്ല, കൂടുതലും പാരഗ്രാഫ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം എടുത്തത്ര കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞല്ലേ? ക്ലിയർ ആയ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ചോദിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈസിയാണ്. ഉപഭോക്താവ് അല്ലെങ്കിൽ കസ്റ്റമറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ കൂടുതൽ ഡ്യൂട്ടീസും കാര്യങ്ങളായിരിക്കും പറയുന്നത്, എങ്ങനെ പെരുമാറണം അങ്ങനെയുള്ള കേട്ടോ. വായിച്ചാൽ ജസ്റ്റ് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? എന്താണ് കസ്റ്റമർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടേം എന്താണ് മീൻ ചെയ്യുന്നത്? കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉപഭോക്താവാണ് അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. ഓക്കെ, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത്, മറ്റേതൊരു സ്ഥാപനത്തിലും കസ്റ്റമർ എന്ന് പറയുന്നത് അവിടെ വരുന്ന എന്താ പറയാ, ഒന്നില്ലെങ്കിൽ സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ മേടിക്കാൻ വരുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എന്താണ് ചെയ്യാൻ വരുന്ന പേഷ്യന്റ് ആണ് എന്ത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത്. ഓക്കെ, a customer is referred to as individuals or households that purchase goods and services generated within the economy.
ഒരു എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പദ് വ്യവസ്ഥ അല്ലെ? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയൊക്കെ നമുക്കറിയാം അല്ലെ? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ചിലപ്പോൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അപ്പോ എക്കോണമിയില് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങളും സേവനങ്ങളും. ഇവിടെ ഹോസ്പിറ്റൽ ആവുമ്പോൾ അത് സേവനങ്ങളാണ് കേട്ടോ. സേവനങ്ങളാണ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് പേഷ്യൻസിന്. ഓക്കെ, അപ്പോ ഒരു എക്കോണമിയില് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്ന, ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്ന, വാങ്ങിക്കുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ കുടുംബങ്ങളെയോ ആണ് നമ്മൾ എന്ത് പറയാ? കസ്റ്റമേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ അത് വ്യക്തിയാവാം, അല്ലെങ്കിൽ അതൊരു ഫാമിലി ആകാം. ഓക്കെ, അപ്പൊ അതിനെയാണ് എന്ത് പറയാ? കസ്റ്റമർ എന്ന് പറയാം. അപ്പോ ആ ഡെഫിനേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു എക്കോണമിയില്, ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉത്പാദിപ്പിക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളോ സേവനങ്ങളോ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിനെയോ ആണ് എന്ത് പറയുന്നത്? കസ്റ്റമർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. A customer is referred to as individuals or households that purchase goods and services generated within the economy. Okay. Then next point, the word is historically derived from custom, meaning habit. A customer is someone who frequently consists a particular shop and make it a habit to purchase goods from there, and with whom the shopkeeper had to maintain a relationship to keep his or her custom, which means expected purchase in the future. അപ്പോ ഈ ഒരു കസ്റ്റമർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്, ഉത്ഭവിച്ചു വന്നിട്ടുള്ളത് കസ്റ്റം എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. കസ്റ്റമർ എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അതായത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് കസ്റ്റം എന്ന് പറയുന്നൊരു വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹാബിറ്റ് എന്നാണ്. ഓക്കെ, ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പതിവ് അല്ലെ? അതായത് ഒരു ഹാബിറ്റ് നോർമൽ ആയിട്ട്, അതായത് ഇപ്പൊ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളെയാണ് എന്ത് പറയാ? ഒരേപോലെ ഒരേ സമയം നമ്മൾ എന്നും ഒരു കാര്യം തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹാബിറ്റ് ആണ് അല്ലെ? രാവിലെ നമ്മൾ എനിക്ക് ചായ കുടിക്കുന്നു, അതെന്താണ്? ഒരു ഹാബിറ്റ് ആണ്. വൈകുന്നേരം നമ്മള് കളിക്കാനായിട്ട് പോവോ അല്ലെങ്കിൽ എന്താ പറയാ പഠിക്കാനായിട്ട് പോവോ, എന്തെങ്കിലും ഒരു കാര്യം നമ്മള് ഒരു സമയത്ത്, ഒരു നിശ്ചിത സമയത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതെന്താണ്? ഹാബിറ്റ് എന്ന് പറയാം. അപ്പൊ കസ്റ്റമറിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹാബിറ്റ് ആണ്. കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും, അതായത് നിരന്തരം ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ പോകുകയും അവിടെ നിന്ന് സാധനങ്ങളോ സേവനങ്ങളോ പർച്ചേസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാല് അവിടെയുള്ള, ഇപ്പൊ ഷോപ്പിലാണ് കസ്റ്റമർ പോകുന്നതെങ്കിൽ, ഇപ്പൊ ഞാൻ ഡെയിലി ഒരു ഷോപ്പില് അല്ലെങ്കിൽ ഞാൻ ദിവസവും എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞാൻ ഡെയിലി ഷോപ്പിൽ പോവാറുണ്ട്. അപ്പൊ ഞാൻ ആ ഡെയിലി ആ ഷോപ്പിൽ മാത്രമേ ഞാൻ കയറുള്ളൂ. അപ്പൊ എന്റെ ഒരു ഹാബിറ്റ് ആണ് അതല്ലേ, ഡെയിലി ആ ഷോപ്പിൽ കയറി എന്തെങ്കിലും മേടിക്കാന്നുള്ളത്. അപ്പൊ അവിടെയുള്ള ഷോപ്പ് കീപ്പർ ഞാനുമായിട്ട് എന്ത് ചെയ്യും? നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അവർ റിലേഷൻ കീപ്പ് ചെയ്യുന്നത്? അങ്ങനെ ഞാനുമായിട്ട് എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന് കമന്റ് ചെയ്തേ. എന്തിനു വേണ്ടിയിട്ടാണ് റിലേഷൻ കീപ്പ് ചെയ്യുന്നത്? പർച്ചേസ് നടക്കാൻ അല്ലെ? എങ്ങനെ പർച്ചേസ് നടക്കാനാണ്? ഫ്യൂച്ചറിലേക്കുള്ള പർച്ചേസ് നടക്കാൻ അല്ലെ? അത് ഏതൊരു സ്ഥാപനമായാലും എങ്ങനെയാണ്? അങ്ങനെ ഷോപ്പ് ആയാലും ഹോസ്പിറ്റൽ ആയാലും ഏതൊരു സ്ഥാപനമായാലും നമ്മളവിടെ ഡെയിലി പോവുകയാണെങ്കിൽ അവിടുത്തെ ആ ഒരു, ഇപ്പൊ നമ്മള് ചായ കുടിക്കാനായിട്ട് അല്ലെങ്കിൽ 2 ഇഡ്ഡലി കഴിക്കാനായിട്ട് ഒരു ചായക്കടയിൽ കയറാണ്. അവിടുത്തെ ഇഡ്ഡലി നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ എന്താണ്? സ്ഥിരം അവിടെ കഴിക്കാനായിട്ട് ആ സമയം ചെല്ലും. അപ്പൊ അവർക്ക് നമ്മളെ പരിചിതമാകും, നമ്മളോട് കൂടുതൽ അവര് അടുക്കാനായിട്ട് ശ്രമിക്കും. കാരണം എന്താ? അവരുടെ ഫുഡ് മാത്രം നല്ലതായതുകൊണ്ട് കാര്യമില്ല, മറിച്ച് അവരുടെ ബിഹേവിയറും കൂടെ നല്ലതായാൽ മാത്രമാണ് പിറ്റേ ദിവസവും നമ്മൾ അവിടെ ഇഡ്ഡലി കഴിക്കാനായിട്ട് ചെല്ലുക. ഓക്കെ, അങ്ങനെയുണ്ട്. ഒരു വലിയൊരു മാളാണെന്ന് വിചാരിക്കാം. ആ മാളില് നല്ല നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ കിട്ടാത്ത തരം പ്രൊഡക്ട്സ് ഉണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ അവിടെ ചെന്നു, പർച്ചേസ് ചെയ്യാനായിട്ട് ചെന്നു. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളിവിടെ പർച്ചേസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ ആ ഒരു ഷോപ്പ് കീപ്പർ, കടയുടമ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് എന്ത് ചെയ്യുന്നത്? ദേഷ്യപ്പെടുന്നത്. ഓക്കെ,
ദേഷ്യപ്പെട്ടാണ്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാണ്. ആ കൂട്ടത്തിൽ നമ്മളോട് ദേഷ്യപ്പെട്ടെന്ന് വിചാരിക്കാം. പിറ്റേ ദിവസം നമ്മളവിടെ ചെല്ലുവോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, നമ്മൾ ചെല്ലും അവിടെ? യെസ് ഓർ നോ? അഫോർഡബിൾ ആണ്, റേറ്റ് അഫോർഡബിൾ ആണ്, ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. പക്ഷെ ആളുടെ പെരുമാറ്റം, അതായത് ഷോപ്പ് കീപ്പറിന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് നല്ലതല്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ ചെല്ലുന്നതായിരിക്കില്ല. അപ്പോ ഈ ഷോപ്പ് കീപ്പർ എന്ന് പറയുന്ന ആള് നമ്മളോട് നല്ല രീതിയിൽ ഒരു ബിഹേവിയർ കീപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ പർച്ചേസ് നടക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പർച്ചേസ് അവിടെ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊക്കെ ചിലപ്പോൾ ഷോപ്പിൽ പോകുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ ചിലപ്പോൾ റെഗുലർ ആയിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ അവരുടെ പെരുമാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഡെയിലി പോകുന്ന കടയാണെങ്കിൽ നമ്മളോട് ഭയങ്കര ഒരു അടുപ്പമായിരിക്കും നമ്മളോട് ഉണ്ടാവുക അവർക്ക്. ഓക്കെ, നമ്മൾ വീണ്ടും വീണ്ടും ചെല്ലാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളോട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കും, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കൂല, ആ ചേച്ചി എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചു, അല്ലെങ്കിൽ ആ ചേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചു, എന്നാ ഭയങ്കര കാര്യമാണെന്ന് തോന്നുന്നു, അന്ന് ഇവിടെ തന്നെ പോവാം, ഇന്ന് ചായപ്പൊടി മേടിക്കാനോ പാല് മേടിക്കാനൊക്കെ ഇനി ഇവിടെ തന്നെ വരാമെന്നൊക്കെ നമ്മൾ അങ്ങോട്ട് നിശ്ചയിക്കും അല്ലെ. അപ്പൊ ഇതാണ് എന്ത്, അവരുടെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനാണ് ആരെ നിർത്തിയിരിക്കുന്നത്, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളെ അവിടെ നിയമിച്ചിട്ടുള്ളത്. ഈ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ റിസപ്ഷനിസ്റ്റ് മാത്രമായിട്ട് വരില്ല, അതിന്റെ ഇടയിൽ കുറെ ആളുകളുണ്ട്. നമ്മളിപ്പോ രോഗികൾ വരുമ്പോൾ രോഗികൾക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ, ഇപ്പോ എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റൂം അറിയില്ല, അതൊക്കെ അറിയില്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവിടെ ഓരോ ആളുകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളോട് വന്നവർ ചോദിക്കും, എന്താ മാഡം വേണ്ടത്, എന്താ സാർ വേണ്ടത്, എന്താണ് ആവശ്യം, നമ്മളോട് അവർ ചോദിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അവര് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അവര് ഇങ്ങനെ പറഞ്ഞു തന്നു, നല്ലൊരു സർവീസ് ആണ് നടത്തുന്നത്, നല്ലൊരു ഹോസ്പിറ്റലാണ്. അപ്പൊ നമുക്ക് എന്ത് വരും, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെയും നമ്മൾ അവിടെ മാത്രമേ ചെല്ലുകയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ഒരു ട്രിക്ക് കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? കസ്റ്റമർക്ക് മനസ്സിലായില്ലേ? ഓക്കെ, then next one, customer needs may be defined as the goods or services a customer needs to achieve specific goals. Different needs are of varying importance to the customers. അതായത് ഇവിടെ പറയുന്നത് കസ്റ്റമർ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപഭോക്തൃ ആവശ്യങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഉപഭോക്തൃ ആവശ്യങ്ങൾ അതിനെ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് goods or services a customer needs to achieve specific goals. അതായത് ഒരു കസ്റ്റമറിന് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങള്, അതായത് ചില ഗോൾസുകള് അച്ചീവ് ചെയ്യാനായിട്ട് സാധനങ്ങളോ സേവനങ്ങളോ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം. ഒരു അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അപ്പൊ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. ഡെഫിനിഷൻ അതെന്ന് പറയാം. ഒരു കസ്റ്റമർ, അതായത് ഒരു ഉപഭോക്താവിന് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിനായുള്ള സാധനങ്ങളോ സേവനങ്ങളോ ആണെന്ത് ഈ ഒരു കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ ക്ലിയർ ആവും. കസ്റ്റമർ നീഡ്സ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ എന്റെ കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്, എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ഇന്ന സാധനങ്ങൾ മേടിക്കണം, എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഓക്കെ, അതായത് എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിനായിട്ട് ഞാൻ ചില സാധനങ്ങള് അല്ലെങ്കിൽ സേവനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യാണ്. ആ പർച്ചേസിനെയാണ് എന്ത് പറയുന്നത്, കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എനിക്കിപ്പോ ഒരു ചിക്കൻ ബിരിയാണി തിന്നണം എന്ന് തോന്നുകയാണ്, ഈ സമയത്ത് ഒരു ചിക്കൻ ബിരിയാണി തിന്നണം എന്ന് ഒരു തോന്നൽ വരികയാണ്, ഒരു കൊതി വരികയാണ്. അപ്പൊ ഉടനെ തന്നെ ഞാൻ എന്താ ചെയ്യാം, എനിക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, എനിക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഞാൻ എന്താ ചെയ്യാം, വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. പക്ഷെ വീട്ടിൽ അതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എന്ത് ചെയ്യും, പോയി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കും. ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് മസ്റ്റ് ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് ബിരിയാണി റൈസ് വേണം, മറ്റൊന്ന് ചിക്കൻ വേണം. ചിക്കൻ ബിരിയാണിയാണ് എനിക്ക് തിന്നേണ്ടത്. അപ്പോ
എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി തിന്നണം എന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ റൈസും ചിക്കനും കൂടി വാങ്ങാണ് പോയി. അതെന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അത് ഞാൻ പർച്ചേസ് ചെയ്യുന്നു. അതാണ് എന്ത് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഓക്കെ, നമുക്കിപ്പോ എന്ത് ലക്ഷ്യമാണോ ഉള്ളത്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചായ കുടിക്കണം എന്ന് തോന്നുകയാണ്. ചായ കുടിക്കാനായിട്ട് ഇപ്പൊ ഒരു പാക്കറ്റ് പാല് മേടിക്കണം, ചായപ്പൊടി മേടിക്കണം, പഞ്ചസാര മേടിക്കണം, അല്ലെ? പിന്നെ ഗ്യാസും വേണം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടോ, അത് സാധിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണോ മേടിക്കുന്നത്, അതിനെയാണ് കസ്റ്റമർ നീഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഓരോ കസ്റ്റമേഴ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള നീഡ്സ് ആണ് ഉണ്ടാവുക, ഡിഫറെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് അതിന് ഉണ്ടാകും കസ്റ്റമറിനെ സംബന്ധിച്ച് കേട്ടോ. അതുകൂടി അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ് ബോത്ത് വിത്ത് സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സസ്. കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഓരോ കസ്റ്റമേഴ്സിനും ഓരോ പ്രതീക്ഷകളാണ് ഉണ്ടാവുക, അല്ലെ? അതിനെ കുറെ കാര്യങ്ങള് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നാണ് കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുന്നത്, സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങള്, അഡ്വർടൈസിങ് പരസ്യം, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ സപ്ലയറും മറ്റ് എന്താ പറയാ സോഴ്സസുമായിട്ടുള്ള എന്താ പറയാ അതുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്. ഇതൊക്കെയാണ് ആരെ സ്വാധീനിക്കുന്നത്? കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയോ? എക്സാമ്പിൾ വേണോ? എക്സാമ്പിൾ വേണോ? ഓൾസോ പ്രൈസ്, അതായത് കസ്റ്റമർ ഇപ്പൊ എനിക്കൊരു എന്താ പറയാ ഒരു ഫോൺ വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷോപ്പിൽ പോവാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ട്. എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ എനിക്കുണ്ട്. ആ എക്സ്പെക്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൾച്ചറൽ വാല്യൂസ് ഉണ്ടെന്ന്, അതായത് നമ്മളുടെ സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട വാല്യൂസ്. അതായത് ഇപ്പൊ ഞാൻ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ആളാണെങ്കിൽ ഞാൻ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമാണ് യൂസ് ചെയ്യുക. മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഫാമിലിയിൽ ഉൾപ്പെട്ട ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ആ ഡ്രസ്സിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുന്നത്. നമ്മള് പണ്ട് തൊട്ടേ നമ്മൾ ശീലിച്ചു വന്ന ശീലങ്ങളിൽ നിന്നാണ് നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാകുന്നത്. ദെൻ അഡ്വർടൈസിങ്, അതായത് പരസ്യങ്ങള്, നമ്മള് ടിവിയിലൂടെ കാണുന്ന പരസ്യങ്ങള്, ഒരു ഡ്രസ്സിന്റെ അതായത് കല്യാൺ സിൽക്സിന്റെ ഒക്കെ പരസ്യം വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് നോക്കുമല്ലോ അവരെന്ത് ഡ്രസ്സാണ് ഇവിടെ നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നത്, അങ്ങനെയൊക്കെ തന്നെ നമ്മൾ നോക്കും. അതുപോലെ യൂട്യൂബിൽ വരുന്നത്, അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഓരോരോ അഡ്വർടൈസിങ് കാര്യങ്ങൾ കണ്ടിട്ടാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത് നമ്മള് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ അതിലൂടെ കാണുമ്പോഴാണല്ലോ നമുക്ക് എന്ത് ചെയ്യാം, അത് വേണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ അവിടെ വരുന്നത്. ദെൻ മാർക്കറ്റിംഗ്, അതായത് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ധാരാളം. അപ്പൊ നമ്മള് പലരും വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഇന്നത് മേടിക്കണം അല്ലെങ്കിൽ ഇന്ന ഓഫർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രതീക്ഷ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് മാർഗങ്ങളിലൂടെയും മറ്റ് കമ്മ്യൂണിക്കേഷൻസിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ, അതായത് ഒരു കൂട്ടം ആളുകളെ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ട് അവര് എന്ത് ചെയ്യാണ്, കൂടുതൽ ഈ സാധനം വിറ്റഴിക്കാനുള്ള പ്രൊസീജിയേഴ്സിലൊക്കെ കിടക്കുന്നുണ്ട്. അതാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അതുപോലെ തന്നെ സപ്ലയർ, അതായത് വിൽക്കുന്ന ആളുകൾ, അതായത് ഇപ്പോ ഒരു ഡ്രസ്സ് ആണെങ്കിൽ ആ ഡ്രസ്സ് വിൽക്കുന്ന ഷോപ്പുമായിട്ട്, അതായത് ആ വിൽക്കുന്ന ആരാണോ അവരുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ മറ്റ് ഉറവിടങ്ങളിൽ നിന്ന് നമ്മളെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് അതൊന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. കസ്റ്റമർ എക്സ്പെക്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ഒന്ന് കൾച്ചറൽ വാല്യൂസ്, രണ്ട് അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ്, അതർ കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് കേട്ടോ. ഇത് മൂന്നുമാണ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം എടുത്തത് ക്ലിയർ ആണോ? നമുക്ക് കസ്റ്റമർ സർവീസ് നോക്കാം. കസ്റ്റമർ സർവീസ് കേട്ടോ. കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ
client service is the provision of service to customers before, during, and after a purchase. According to Turbonatel 2002, customer service is a series of activities designed to improve the level of customer satisfaction. That is the feeling that a product or service has met the customer expectation. Customer services can be given by salesmen or hospital executives, also through automated internet services. The medical receptionist is often the first person with whom patient has with the medical facility. Giving patients individual attention can go a long way in establishing their positive experience with the facility. Okay. കസ്റ്റമർ സർവീസിനെ നമുക്ക് ക്ലയന്റ് സർവീസ് എന്നും കൂടി വിളിക്കാം. ഓക്കെ, അതായത് ഈ ഒരു കസ്റ്റമർ സർവീസ് നമുക്ക് കിട്ടുന്നത് ഒരു സാധനം വാങ്ങുമ്പോൾ മാത്രമല്ല, വാങ്ങാൻ പോകുന്നതിന് മുമ്പും വാങ്ങിയതിന് ശേഷവും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കസ്റ്റമർ സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഫോൺ വാങ്ങിക്കാനായിട്ട് ചെല്ലുവാണ്. അതായത് ഒരു പരസ്യം കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോൺ വാങ്ങിക്കാനായിട്ട് അവിടെ ചെല്ലുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫോൺ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏത് ഷോപ്പിലാണോ നമ്മൾ പോകുന്നത് അവിടുത്തെ നമ്പറിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, അതായത് ഇന്ന ഫോൺ അവൈലബിൾ ആണോ, എത്രയാണ് പ്രൈസ്, ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് ആണ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മളോട് പറഞ്ഞു തരും. ഇനി ഫർദർ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടെങ്കിൽ, കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മളോട് പറയാനുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മൾ പിന്നീട് കോണ്ടാക്ട് ചെയ്യും. അതാണ് എന്ത്? പർച്ചേസിന് മുമ്പുള്ള കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഞാനാണെങ്കിൽ ഒരു ഫോൺ പോയി വാങ്ങിക്കുകയാണ്. ഒരു ഫോൺ പോയി വാങ്ങിച്ചു കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് വാങ്ങിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ഷോപ്പിൽ ഞാൻ വിളിക്കും അല്ലെ. വിളിച്ചു കഴിഞ്ഞ് അവരെ കോണ്ടാക്ട് ചെയ്യും. അവര് വേറെ നമ്പറുകളിലോട്ട് നമ്മളോട് വിളിക്കാനൊക്കെ പറയും. നമ്മൾ അതനുസരിച്ച് വിളിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് നല്ലൊരു കസ്റ്റമർ സർവീസ് നമുക്ക് ലഭിക്കും. അപ്പോ ഒരു സാധനം നമ്മള് ഒരു ടൈമിൽ, ഇപ്പൊ ഈ ഒരു സമയത്ത് ഒരു സാധനം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ സമയത്ത് മാത്രമല്ല നമുക്ക് കസ്റ്റമർ സർവീസ് കിട്ടുന്നത്, മറിച്ച് സാധനം വാങ്ങുന്നതിന് മുമ്പും സാധനം വാങ്ങിയതിന് ശേഷവും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കസ്റ്റമർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് അക്കോർഡിംഗ് ടു ടർബനേറ്റൽ 2002 എന്ന് പറയുന്നത് ഇതൊരു ലോ ആണ് കേട്ടോ. ഇതൊരു നിയമമാണ്, കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ് ടർബനേറ്റൽ ലോ എന്ന് പറയുന്നത്. ആ ഒരു നിയമം പറയുന്നത്, ആ ഒരു ലോ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് പറയുന്നത്? കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഉപഭോക്തൃ സംതൃപ്തിയുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പരമ്പരയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അയാളുടെ സാറ്റിസ്ഫാക്ഷൻ എത്ര രീതിയിൽ നമുക്ക് എന്താ പറയാ വർദ്ധിപ്പിക്കാം എന്നതിനായിട്ട്, അതായത് ആ ഒരു കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന്റെ ഒരു പരമ്പരയാണ് നമ്മൾ എന്ത് പറയുന്നത്? കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. നമുക്ക് കസ്റ്റമർ സർവീസ് കിട്ടുന്നത് ഒരാളിൽ നിന്നായിരിക്കില്ല. ഓക്കെ, ഒരു ഫോണിന്റെ കാര്യം ഞാൻ തന്നെ പറഞ്ഞു. പല പല ഫോൺ കമ്പനികളുണ്ട് അല്ലെ. എക്സാമ്പിൾ ആയിട്ട് സാംസങ് എടുക്കാം. സാംസങ്ങിന്റെ ഒരു ഫോൺ, അതൊരു കമ്പനിയാണ്. അവരുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളെ മാത്രമായിരിക്കില്ല കോണ്ടാക്ട് ചെയ്യുന്നത്. അവർക്ക് പല കോർഡിനേഷൻസ് ഉണ്ടാവും, പല കണക്ഷൻസ് ഉണ്ടാകും. ചിലപ്പോ നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള ഏതെങ്കിലും അതിന്റെ ഓഫീസിലായിരിക്കും വിളിക്കുന്നത്. അവിടെ നിൽക്കാത്തൊരു കാര്യമാണെങ്കിൽ അത് ഹെഡ് ഓഫീസിലേക്കായിരിക്കും പോകുന്നത്. ദെൻ അവിടെയും നിൽക്കാത്ത കാര്യമാണെങ്കിൽ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഹെഡ് ഓഫീസിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ ആ ഒരു കണക്ഷൻ അവിടെ വരുന്നുണ്ട്. ഒരു സാധനത്തിനോ സേവനത്തിനോ നമ്മൾക്ക് തരുന്ന, അല്ലെങ്കിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് തരുന്ന സേവനങ്ങളുടെ ഒരു പരമ്പരയെ തന്നെയാണ് എന്ത് പറയാ? കസ്റ്റമർ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേട്ടോ? ക്ലിയർ ആണോ? ഓക്കെ,
ഇനി കസ്റ്റമർ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഷോപ്പ് ആണെങ്കിൽ സെയിൽസ്മാൻ ആകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ആകാം. ഓക്കെ, ഒരു ഹോസ്പിറ്റലിലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ അവിടെ നമുക്ക് നമ്മളെ സർവീസ് ചെയ്യുന്നത് ആരാണ്? നമുക്ക് കസ്റ്റമർ സർവീസ് നൽകുന്നത് അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് ആണ്. ഓക്കെ, ഇനി ഒരു ഷോപ്പിലാണ് ചെല്ലുന്നതെങ്കിൽ അവിടുത്തെ സെയിൽസ്മാൻ ആണ് നമ്മൾക്ക് ആ ഒരു സർവീസ് തരുന്നത്. ഓക്കെ, ഇനി അതുകൂടാതെ ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസിലൂടെയും നമുക്ക് കസ്റ്റമർ സർവീസ് തരുന്നതായിരിക്കും. അതെ, ഇന്റർനെറ്റ് സേവനങ്ങളിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം? കസ്റ്റമർ സർവീസ് നമുക്ക് തരാം. ഓക്കെ, അതുപോലെ തന്നെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ്. മെഡിക്കൽ ഫെസിലിറ്റിക്കുള്ളിൽ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഓരോ പേഷ്യൻസിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാല് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നത് കുറെ നാള് നീണ്ടു നിൽക്കും. ഓക്കെ, ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരെയും കെയർ ചെയ്യുകയും ഓരോരുത്തരോട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിഹേവിയർ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു റിലേഷൻ, ഇപ്പൊ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റും ആ ഒരു മെഡിക്കൽ റിസപ്ഷനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കുറെ നാള് നീണ്ടു നിൽക്കുന്നതായിരിക്കും. അതുകൂടാതെ ആ ഒരു എന്താ പറയാ പോസിറ്റീവ് എക്സ്പീരിയൻസിലൂടെ, ആ കസ്റ്റമറിന് കിട്ടിയിട്ടുള്ള പോസിറ്റീവ് എക്സ്പീരിയൻസിലൂടെ ആ ഫെസിലിറ്റി കൂടുതലായിട്ട് ഡെവലപ്പായി വരികയും ചെയ്യും. കേട്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും വരെയാണ് എടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേണ്ടോ നിങ്ങൾക്ക്? മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മിസ്, ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞ? ആരാണ്? എന്റെ പേര് അയന. ആ, ഈ ചാപ്റ്ററിൽ നിന്ന് അപ്പൊ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക? ഈ ചാപ്റ്ററിൽ നിന്നേ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ വരിക, ഒന്ന് നോട്ട് ചെയ്തോളൂ നിങ്ങള്. ഇനി അത് നമുക്ക് കൂടുതലായിട്ടും ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കൂടുതലായിട്ടും ഇത് പറയാനുള്ളത്. അതായത് ഇത് ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് കൂടുതലും വരുന്നത്. എന്നിരുന്നാലും അവരുടെ ചില ക്വാളിറ്റീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? എങ്ങനെയാണ് അവർ ആളുകളോട് പെരുമാറുന്നത്? ആദ്യത്തെ പാരാഗ്രാഫിലില്ലേ, ഒന്ന് നോക്കിയേ. പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്, സിമ്പതി, എംപതി, കോർട്ടസി, അങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം, ഓപ്ഷനിൽ വരാം. ഇതിനകത്ത് ഏതൊക്കെയാണ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ എന്താ പറയാ ഗുണങ്ങളിൽ പെടാത്തത് അല്ലെങ്കിൽ പെടുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ പിന്നീട് പറയുന്നത് ഒരു രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫേസ് ആൻഡ് വോയിസ് എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറെയാണോ, നഴ്സിനെയാണോ, അല്ലെങ്കിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിനെ? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്, അല്ലെ? അതുകൂടാതെ എന്താണ് കസ്റ്റമർ മീനിങ് ചോദിക്കാം അതിന്റെ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കസ്റ്റമറുടെ മീനിങ് എന്താണ്? എന്താണ് മീനിങ് കസ്റ്റമറുടെ? ഹാബിറ്റ്. കസ്റ്റമറുടെ മീനിങ് ഹാബിറ്റ് ആണ്, അല്ലെ? ഏത് വേർഡിൽ നിന്നാണ് ഡെറിവേറ്റ് വന്നിട്ടുള്ളത്? കസ്റ്റം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് കസ്റ്റമർ നീഡ്സ്? വാട്ട് ഈസ് കസ്റ്റമർ നീഡ്സ്? എന്താണ് കസ്റ്റമർ നീഡ്സ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, കസ്റ്റമർ നീഡ്സ് എന്താണ്? സർവീസ്. ഷിയാസ് ചെയ്യോ? ഷിയാസ് മ്യൂട്ട് ചെയ്യട്ടോ, മ്യൂട്ട് ചെയ്യും. ഒന്ന് പറഞ്ഞ മോളെ, എന്താണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറഞ്ഞാല്? കസ്റ്റമർ നീഡ്സ് ഞാൻ എന്താ പറഞ്ഞത്? കസ്റ്റമർ നീഡ്സിനെ പറ്റി ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്ന? ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് കസ്റ്റമർക്ക് ഒരു നിർദ്ദിഷ്ട ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം നിറവേറ്റുന്നതിനായിട്ട് അദ്ദേഹം സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യുന്നതാണെന്ത്? കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നില്ലേ? ചിക്കൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞു തന്നില്ലേ? ഓക്കെ, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് ചിക്കൻ, ഒന്ന് റൈസ്. ആ സാധനങ്ങളെയും സേവനങ്ങളെയും ആണ് എന്ത് പറയാ?
കസ്റ്റമർ നീഡ്സ് എന്ന് പറയാം. നമുക്ക് എന്താണോ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളത് അത് നിറവേറ്റാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളോ സേവനങ്ങളോ ആണെന്ത് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്, കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചാണെങ്കിൽ അയാൾക്ക് ഇപ്പൊ ഒരു പനി വന്നു, ഓക്കെ, അയാൾക്ക് ആ രോഗം മാറ്റണം അല്ലെ, അങ്ങനെയുള്ള ഒരു ലക്ഷ്യമല്ലേ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്യും. അപ്പോ ആ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് സർവീസ് ആണ് അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസിൽ വരുന്നതിൽ സർവീസ് ആണ്. ആ സർവീസ് ആണെന്ത് ആ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കസ്റ്റം എന്താണ്, കസ്റ്റം അതിന്റെ മീനിങ്, ഹാബിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ കസ്റ്റമർ നീഡ്സ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ കസ്റ്റമറിനകത്ത് എല്ലാവരും ഒരുവിധം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കസ്റ്റമർ എക്സ്പെക്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് കം അണ്ടർ ദ കസ്റ്റമർ എക്സ്പെക്ടേഷൻ, അങ്ങനെ ചോദിക്കാം. അതിനകത്ത് തന്നിട്ട് ചിലപ്പോൾ കൾച്ചറൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവാം, അഡ്വർടൈസിങ് കൊടുത്തിട്ടുണ്ടാവും, മാർക്കറ്റിംഗ് കൊടുത്തിട്ടുണ്ടാകാം, ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ഓൾ ഓഫ് ദ എബോവ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഏതാണ് ആൻസർ വരിക? all of them. ഓൾ ഓഫ് ദ ഡസ് നോട്ട് കം അണ്ടർ അല്ലേ, പെടാത്തത്. അതിനകത്ത് പെടാത്തതൊന്നും പറഞ്ഞിട്ടില്ല. Okay. ആ, പെടാത്തതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ രണ്ടാമത്തെ എബോവ് ആണെങ്കിൽ അതാണ് ആൻസർ വരിക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ക്ലയന്റ് സർവീസ് ആണ്. ഓക്കെ, പിന്നെ ആ ഒരു ഇപ്പൊ ഈ കസ്റ്റമർ സർവീസ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്, അങ്ങനെയും വരാൻ ചിലപ്പോ എന്താണ് ഡാഷ് എടുത്ത് ചോദിക്കാം, എന്ത് സർവീസ് ആണെന്ന് ചോദിക്കാം. അപ്പൊ അത് ക്ലയന്റ് സർവീസ് ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് കസ്റ്റമർ സർവീസ് ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത്? കസ്റ്റമർ സർവീസ് ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്. ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ആണ്. ഒരു ഷോപ്പിലാണെങ്കിലോ ആരാണ് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെയിൽസ്മാൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരിക കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കൂടി ഉണ്ട്, കുറച്ച് വലിയൊരു ചാപ്റ്റർ ആണ്. CRM സോഫ്റ്റ്വെയറും ഹെൽത്ത് കെയർ CRM, അതൊക്കെ കുറച്ചുകൂടി പഠിക്കാനായിട്ടുള്ളതാണ് കേട്ടോ. കൂടുതലായിട്ടും പറയുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ എന്താ പറയാ ബിഹേവിയർ, കാര്യങ്ങളൊക്കെയാണ് ചാപ്റ്ററിൽ കൂടുതലായിട്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്യരുതാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് പാടാണോ ചാപ്റ്റർ? എങ്ങനെയുണ്ട് ചാപ്റ്റർ? ഒരു essay പോലെ ഉണ്ട്, അതാ ഞാൻ ചോദിച്ചത്. എസ്സേ പോലെ ഉണ്ട് അല്ലെ. അത് കുറച്ച് ഈ ഒരു 2-3 പേജിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് പോയിന്റ് ആയിട്ടായിരിക്കും വരിക കേട്ടോ. കണ്ടുവെക്ക, ഞാൻ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, 2 പേജിൽ മാത്രമാണ് ആ വലിയൊരു എസ്സേ പോലെ വരുന്നത്. അത് കൂടുതലായിട്ടും അത് പ്രാക്ടിക്കൽ ആക്കാനുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എന്തൊക്കെയാണ് ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആയി കഴിഞ്ഞാല് ചെയ്യേണ്ട കാര്യങ്ങള് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ വേറെ ഡൗട്ട് ഒന്നുമില്ല, ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്, വായിച്ചു നോക്കാം കേട്ടോ നന്നായിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം. അടുത്തത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. Okay, താങ്ക് യു. Thank you.